എടുക്കോ ഇല്ലല്ലോ അവിടെ പൂരിപ്പിക്കണ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയി എടുത്താണ്ട് പൂരിപ്പിച്ചാൽ മതി. ആ പൂരിപ്പിക്കണോടത്തൊക്കെ കൊണ്ടുപോയി പൂരിപ്പിച്ചാൽ ആൾക്കാരത് മുഴുവൻ തെറ്റാണ്. എന്നാലേ സുഖവാസത്തിന് വന്ന് നിങ്ങളെ പെങ്ങളുടെ അവിടെ ഫോണുമ കളിച്ചിരിക്കണോ അവിടെ വിളിച്ചോളി പൂരിപ്പിക്കാൻ. എനിക്ക് അവിടെ പണിയുണ്ട്. ഇതിന്റെ എപ്പിക് നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇതല്ലേ ഇതിന്റെ മേലുള്ള നമ്പർ അല്ലേ? അതിപ്പോ ഉള്ളതാണ്, അതിപ്പോ നിലവിലുള്ള പുതിയ നമ്പറാണ്. അതല്ല ബന്ധുവിന്റെ പേര്. ബന്ധുവിന്റെ പേര് ബന്ധുവിന്റെ പേരെന്താ? കുഞ്ഞുമൊയ്തീൻ. അതാരാ? വല്യപ്പ. വല്യപ്പ കുഞ്ഞുമൊയ്തീൻ. ഓക്കെ. അപ്പം ഇതാ പൂരിപ്പിച്ചിക്കണോ? ഡേറ്റ് ചെയ്യാനായിട്ടോ? നിങ്ങൾ ഈ കാത്തിക്കണ ഇതിലാകെ കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഫോം തന്നിക്കാൻ അങ്ങോട്ട് പോയാൽ മതി. കഷ്ടപ്പാട് മുഴുവൻ ഞങ്ങൾക്കാണ്. ഇതിൽ ബന്ധം എന്നൊക്കെ പറഞ്ഞു. എന്ത് ബന്ധവും ആരെ ബന്ധവും? ഞാനാരാ? വഹാബ് അല്ലേ? ഓക്കെ. ഇത് ഇന്റെ ഫോമാണ് പൂരിപ്പിക്കാനുള്ളത്. നിങ്ങൾ പൂരിപ്പിക്കണല്ലോ. ഞാൻ പറഞ്ഞേക്ക് ഞങ്ങൾക്ക് സംശയം ഉണ്ടോ? ഇത് ഈ കോളത്തിനുള്ള ഇത് നമ്മളെ ബന്ധുവിന്റെ പേര് ചെയ്താള് 2002 ലിസ്റ്റിലുള്ള ആളെ പേര്. ഓക്കെ. ഇവിടെ അഹമ്മദ് എഴുതി, ബാപ്പാന്റെ പേര്, ബാപ്പാന്റെ എപ്പിക് നമ്പർ എഴുതി. ബന്ധുവിന്റെ പേര് ഏത് ബന്ധു? 2002 വോട്ട് അന്ന് ബന്ധുവിന്റെ പേര് അന്നുള്ള ബന്ധുവിന്റെ പേര് കുഞ്ഞുമൊയ്തീൻ. അതിന്റെ വല്യപ്പാന്റെ പേരാണ് എഴുതി. അപ്പൊ ഇതിന്റെ വല്യപ്പാന്റെ പേര് എഴുതി. അതിന്റെ താഴത്ത് ബന്ധം ഏത് വാപ്പാ? എന്ത് ബന്ധം? ഈ ബന്ധം ആരെ ബന്ധം? ബന്ധു എന്ത് ബന്ധുടോ? ഇത് ബന്ധു അല്ലേ? ബന്ധുവിന്റെ പേരല്ലേ? അപ്പൊ ബന്ധു. ഇതിന്റെ വല്യപ്പാന്റെ പേരാണ് കുഞ്ഞുമൊയ്തീന്. അപ്പൊ ഈ ബന്ധം എന്നുള്ള കുളത്തിൽ ഞാൻ എന്താണ് ഇതിന്റെ വല്യപ്പാന്ന് എഴുതിക്കാളെ? വല്യപ്പാന്ന് എങ്ങനെയാണ് ഇതില് ഒരു ബന്ധം? ഈ ബന്ധത്തില് വല്യപ്പാന്ന് എഴുതല് അതോ ഫാദർന്ന് എഴുതല് അതോ സണ്ണ്? ഇത് ആര് തമ്മിലുള്ള ബന്ധാണിത്? ഇത് ഇപ്പാന്റിയില് ഇപ്പൊ കൊണ്ടേക്കാണ്ട് അവിടുന്ന് ഏതോ ചെങ്ങന്മാര് പൂരിപ്പിച്ച് കൊടുത്തു. ഇപ്പാന്റിയിലെ കാണിച്ചറാ. ഇപ്പാന്റിയിൽ ഇത് സണ്ണ് എഴുതിക്കണ്. എത്ര ഈ സണ്ണ്? സൂര്യനോ ചന്ദ്രനോ? അടുപ്പിലെ ബന്ധു പഠിച്ചോണെ. ഞാൻ എത്തപ്പഞ്ഞതിലേ ഇതാ. ഇതിപ്പോ സണ്ണാണോ ഫാദറാണോ ഗ്രാൻഡ് ഫാദറാണോ? പഠിച്ചോനെ എന്തിപ്പോ ഇതിലേ ഇതാ?